ഓം ശാന്തി 9/11/2025 അവ്യക്ത ബാപ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 30/11/2007. മുരളിയുടെ ടൈറ്റിലാണ് സത്യതയുടെയും പവിത്രതയുടെയും ശക്തി സ്വരൂപത്തിൽ കൊണ്ടുവന്ന് ബാലകനും അധികാരിയുമാകുന്നതിന്റെ സന്തുലനം വയ്ക്കൂ. ഇന്ന് സത്യമായ അച്ഛനും സത്യമായ ശിക്ഷകനും സദ്ഗുരുവും തന്റെ നാനാഭാഗത്തുമുള്ള സത്യതാ സ്വരൂപരും ശക്തി സ്വരൂപരുമായ കുട്ടികളെയാണ് കാണുന്നത്. സത്യതയുടെ ശക്തിയാണ് സർവശ്രേഷ്ഠമായത്. ഈ സത്യതയുടെ ശക്തിയുടെ ആധാരമാണ് സമ്പൂർണ്ണ പവിത്രത. മനസ്സ്, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം സ്വപ്നത്തിൽ പോലും അപവിത്രതയുടെ പേരോ അടയാളമോ ഉണ്ടാകരുത്. പവിത്രതയുടെ പ്രത്യക്ഷ സ്വരൂപമായി കാണപ്പെടുന്നത് എന്താണ്? പവിത്രാത്മാവിന്റെ ചലനത്തിലും മുഖത്തിലും സ്പഷ്ടമായി ദിവ്യത കാണപ്പെടും. അവരുടെ കണ്ണുകളിൽ ആത്മീയ തിളക്കവും മുഖത്ത് സദാ ഹർഷിത മുഖതയും ചലനത്തിൽ ഓരോ ചുവടിലും ബാബയ്ക്ക് സമാനം കർമ്മയോഗി. അത്രയും സത്യവാദിയായ ബാബയിലൂടെ ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ആയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലുള്ളവർ ആരെങ്കിലും സ്വയം സത്യവാദി എന്ന് പറഞ്ഞിരുന്നാലും സത്യം പറയുമെങ്കിലും സമ്പൂർണ്ണ പവിത്രത തന്നെയാണ് സത്യമായ സത്യതയുടെ ശക്തി. ഈ സമയത്ത് സംഗമയുഗത്തിൽ നിങ്ങൾ എല്ലാവരും അതാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഗമയുഗത്തിന്റെ ശ്രേഷ്ഠ പ്രാപ്തിയാണ് സത്യതയുടെ ശക്തിയും പവിത്രതയുടെ ശക്തിയും. അതിന്റെ പ്രാപ്തിയായി സത്യയുഗത്തിൽ നിങ്ങൾ എല്ലാവരും ബ്രാഹ്മണനിൽ നിന്നും ദേവതയായി ആത്മാവും ശരീരവും രണ്ടും പവിത്രമാകുന്നു. മുഴുവൻ സൃഷ്ടിയിൽ ആത്മാവും ശരീരവും രണ്ടും പവിത്രമായത് മറ്റാർക്കും ഇല്ല. ആത്മാവ് പവിത്രമാകുന്നുണ്ട്, പവിത്രമായ ശരീരം കിട്ടുന്നില്ല. സമ്പൂർണ്ണ പവിത്രതയാണ് ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരിയോടെ പറയാറുണ്ട്. എന്താണ് ലഹരിയോടെ പറയുന്നത്? ഓർമ്മിച്ചു നോക്കൂ. എല്ലാവരും ഹൃദയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത്. പവിത്രത ഞങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. ജന്മസിദ്ധ അധികാരം സഹജമായി പ്രാപ്തമാകുന്നതാണ്. പവിത്രതയും സത്യതയും പ്രാപ്തമാക്കുവാനായി നിങ്ങൾ എല്ലാവരും ആദ്യം തന്റെ സത്യസ്വരൂപമായ ആത്മാവിനെ തിരിച്ചറിഞ്ഞു. തന്റെ സത്യമായ അച്ഛനെയും ശിക്ഷകനെയും സദ്ഗുരുവിനെയും തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്തു. തന്റെ സത്യസ്വരൂപവും സത്യമായ അച്ഛനെയും ഏതുവരെ മനസ്സിലാക്കുന്നില്ലയോ അതുവരെ സമ്പൂർണ്ണ പവിത്രതയുടെയും സത്യതയുടെയും ശക്തി വരികയില്ല. നിങ്ങളെല്ലാവരും സത്യതയുടെയും പവിത്രതയുടെയും ശക്തിയുടെ അനുഭവികൾ ആണല്ലോ. അനുഭവിയാണോ? അവർ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ രൂപത്തിൽ തന്റെ സ്വരൂപവും സത്യമായ അച്ഛന്റെ യഥാർത്ഥ സ്വരൂപത്തെയും അറിയാൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരും ഈ സമയത്തിന്റെ അനുഭവത്തിൽ കൂടി അത്രയും സഹജമായി പവിത്രത ധാരണ ചെയ്തു. ഈ സമയത്തെ പ്രാപ്തിയുടെ ഭാഗ്യം ദേവതമാരുടെ പവിത്രത നാച്ചുറലാണ്, നേച്ചറാണ്. നിങ്ങളാണ് അങ്ങനെയുള്ള നാച്ചുറൽ നേച്ചറിന്റെ അനുഭവം പ്രാപ്തമാക്കുന്നത്. പരിശോധിക്കണം, പവിത്രതയുടെയും സത്യതയുടെയും ശക്തി നാച്ചുറൽ നേച്ചറിന്റെ രൂപത്തിൽ ഉണ്ടോ? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? പവിത്രത ഞങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണെന്ന് മനസ്സിലാക്കുന്നവർ കൈ ഉയർത്തൂ. ജന്മസിദ്ധ അധികാരമാണോ അതോ പ്രയത്നിക്കേണ്ടതായി വരുന്നുണ്ടോ? പ്രയത്നിക്കേണ്ടതായി വരുന്നില്ലല്ലോ, സഹജമല്ലേ? കാരണം ജന്മസിദ്ധ അധികാരം സഹജമായി പ്രാപ്തമാകുന്നതാണ്. പ്രയത്നിക്കേണ്ടി വരുന്നില്ല. ലോകത്തിലുള്ളവർ അസംഭവ്യമായി കരുതുന്നു.
നിങ്ങൾ അസംഭവ്യത്തെയും സംഭവ്യവും സഹജവുമായത് ആക്കി. പുതുതായി വന്ന കുട്ടികൾ, ആദ്യമായി വന്നവർ കൈ ഉയർത്തു. ശരി, ആരൊക്കെയാണോ പുതിയ കുട്ടികൾ, ആദ്യമായി വന്നവർ, അവർക്ക് ആശംസകൾ. ബാപ്ദാദ പറയുകയാണ്, വൈകിയാണ് വന്നതെങ്കിലും വളരെ വൈകിയല്ല വന്നിട്ടുള്ളത്. പുതിയ കുട്ടികൾക്ക് ബാപ്ദാദയുടെ വരദാനമാണ് അവസാനം വന്നവരും വേഗത്തിൽ പുരുഷാർത്ഥം ചെയ്ത് ഫസ്റ്റ് ഡിവിഷനിൽ വരാൻ കഴിയും. ഫസ്റ്റ് നമ്പറിലല്ല, ഫസ്റ്റ് ഡിവിഷനിൽ വരാൻ കഴിയും. പുതിയ കുട്ടികൾക്ക് ഇത്രയും ധൈര്യമുണ്ടോ? ഫസ്റ്റ് ഡിവിഷനിൽ വരുന്നവർ കൈ ഉയർത്തു. നോക്കൂ, ടിവിയിൽ നിങ്ങളുടെ കൈ കാണുന്നുണ്ട്. ശരി, ധൈര്യമുള്ളവരാണ്. ധൈര്യത്തിന്റെ ആശംസകൾ. ധൈര്യമുണ്ടെങ്കിൽ ബാബയുടെ സഹായമുണ്ട്. കൂടാതെ സർവ ബ്രാഹ്മണ പരിവാരത്തിന്റെയും ശുഭഭാവനയും ശുഭകാമനയും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരെല്ലാമാണോ പുതിയവർ, ആദ്യമായി വന്നിട്ടുള്ളത്, അവരെല്ലാവരെയും പ്രതി ബാപ്ദാദയുടെയും പരിവാരത്തിന്റെയും ഭാഗത്തുനിന്ന് വീണ്ടും കോടിമടങ്ങ് ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ആദ്യമായി വന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നുണ്ടല്ലോ. വേർപിരിഞ്ഞു പോയ ആത്മാക്കൾ വീണ്ടും തന്റെ കുടുംബത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാപ്ദാദയും സന്തോഷിക്കുകയാണ്. നിങ്ങളും എല്ലാവരും സന്തോഷിക്കുന്നു. ബാപ്ദാദ വദനത്തിൽ ദാദിയോടൊപ്പം ഒരു റിസൾട്ട് നോക്കി. എന്ത് റിസൾട്ടാണ് നോക്കിയത്? നിങ്ങൾ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്, ഞങ്ങൾ ബാലകനും അധികാരിയുമാണ്. എല്ലാവരുമാണോ? കൈ ഉയർത്തൂ. ചിന്തിച്ചിട്ട് ഉയർത്തണം, വെറുതെ അല്ല. കണക്കെടുക്കും. ശരി, കൈ താഴ്ത്തൂ. ബാപ്ദാദ കണ്ടതാണ്, ബാലകനാണെന്നുള്ള നിശ്ചയവും ലഹരിയും ഇത് സഹജമായി ഉണ്ട്. ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരി എന്ന് പറയുമ്പോൾ ബാലകരാണ്. അതുകൊണ്ടാണ് ബ്രഹ്മകുമാർ കുമാരി എന്ന് പറയുന്നത്. മുഴുവൻ ദിവസവും എന്റെ ബാബ, എന്റെ ബാബ ഇത് തന്നെയാണ് സ്മൃതിയിൽ കൊണ്ടുവരുന്നത്. പിന്നെ മറക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുകയും ചെയ്യുന്നു. സേവനത്തിലും ബാബ ബാബ എന്ന വാക്ക് നാച്ചുറലായി വായിൽ നിന്ന് വരുന്നുണ്ട്. ബാബ എന്ന വാക്ക് വന്നില്ലെങ്കിൽ ജ്ഞാനത്തിന്റെ പ്രഭാവം വരില്ല. സേവനം ചെയ്യുമ്പോഴും പ്രഭാഷണം ചെയ്യുമ്പോഴും കോഴ്സ് ചെയ്യുമ്പോഴും വ്യത്യസ്ത ടോപ്പിക്കിൽ ചെയ്യുന്നു. സത്യമായ സേവനത്തിന്റെ പ്രത്യക്ഷ സ്വരൂപം അഥവാ തെളിവിതാണ്. കേൾക്കുന്നവരും അനുഭവിക്കണം. ജ്ഞാനം ബാബയുടേതാണ്. അവരുടെ വായിൽ നിന്നും ബാബ ബാബ എന്ന വാക്ക് ഉയരണം. ഏതോ ശക്തിയാണ്, അങ്ങനെയല്ല. നല്ലതാണ്, അതുമല്ല. എന്റെ ബാബയാണ് എന്ന അനുഭവം ചെയ്യണം. ജ്ഞാനം ബാബയുടേതാണ്. ഇതിനെയാണ് സേവനത്തിന്റെ പ്രത്യക്ഷ ഫലം എന്ന് പറയുന്നത്. ബാലകനാണെന്നുള്ള ലഹരിയും നിശ്ചയവും നന്നായി ഉണ്ട്. പക്ഷെ അധികാരിയാണെന്നുള്ള നിശ്ചയവും ലഹരിയും നമ്പർ വാറാണ്. ബാലകനിൽ നിന്നും അധികാരിയാകുന്നതിന്റെ ലഹരി മുഖത്തിടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് കുറയുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഡബിൾ അധികാരിയാണ്. ഒന്ന് ബാബയുടെ ഖജനാവുകളുടെ അധികാരിയാണ്. എല്ലാവരും അധികാരിയാണോ ഖജനാവുകളുടെ? ബാബ എല്ലാവർക്കും ഒരുപോലെയാണ് ഖജനാവുകൾ നൽകിയത്. ചിലർക്ക് 1,00,000 നൽകുകയും ചിലർക്ക് 1000 നൽകി. അങ്ങനെയല്ല. എല്ലാവർക്കും എല്ലാ ഖജനാവുകളും പരിധിയില്ലാതെയാണ് നൽകിയത്. ബാബയുടെ അടുത്തുള്ളത് പരിധിയില്ലാത്ത ഖജനാവാണ്. കുറവില്ല. ബാബ് ദാദ സർവർക്കും സർവ ഖജനാവുകളും നൽകിയിട്ടുണ്ട്. ഒരുപോലെ ഒരേ അളവിലാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേത് സ്വരാജ്യത്തിന്റെ അധികാരിയാണ്. അതിനാൽ ബാപ്ദാദ ലഹരിയോടെയാണ് പറയുന്നത്, എന്റെ ഓരോ കുട്ടിയും രാജാക്കുട്ടിയാണ്. അപ്പോൾ രാജാക്കുട്ടിയല്ലേ? പ്രജ അല്ലല്ലോ. രാജയോഗിയാണോ അതോ പ്രജായോഗിയാണോ?
രാജയോഗിയാണല്ലോ, സ്വരാജ്യത്തിന്റെ അധികാരിയാണല്ലോ. എന്നാൽ ബാബ്ദാദ ദാദിയോടൊപ്പം റിസൾട്ട് കണ്ടു. ബാലകനാണെന്നുള്ള ലഹരി എത്രമാത്രമുണ്ടോ, യജമാനൻ എന്നുള്ളത് അത്രയും കുറവാണ്. എന്തുകൊണ്ടാണ്? സ്വരാജ്യത്തിന്റെ അധികാരിയാണ് എന്നുള്ള ലഹരി സദാ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളും വിഘ്നങ്ങളും ഉണ്ടാകുന്നത് അതിന് വരാൻ കഴിയില്ല. പ്രശ്നങ്ങളും വിഘ്നങ്ങളും വരുന്നതിന്റെ ആധാരം വിശേഷിച്ചും മനസ്സാണ്. മനസ്സാണ് ചഞ്ചലമാകുന്നത്. അതിനാൽ ബാബ്ദാദയുടെ മഹാമന്ത്രമാണ് മന്മനാ ഭവ. സ്വരാജ്യത്തിന്റെ അധികാരിയാണെങ്കിൽ മനസ്സ് അധികാരിയല്ല, മനസ്സ് നിങ്ങളുടെ ജീവനക്കാരനാണ്. രാജാവിന്റെ അർത്ഥമാണ് അധികാരി. അധീനരായവരെ രാജാവ് എന്ന് പറയില്ല. റിസൾട്ടിൽ കണ്ടത് എന്താണ്? മനസ്സിന്റെ യജമാനനായ ഞാൻ അധികാരിയായ യജമാനനാണ്. ഈ സ്മൃതി, ഈ ആത്മസ്ഥിതി വളരെ കുറവാണ്, സദാ കാണുന്നില്ല. ആദ്യ പാഠമാണ്. നിങ്ങളെല്ലാവരും ആദ്യം പഠിച്ച പാഠം ഏതായിരുന്നു? ഞാൻ ആത്മാവാണ്. പരമാത്മാവിന്റെ പാഠം രണ്ടാമത്തേതാണ്. ആദ്യ പാഠമാണ് ഞാൻ യജമാനനായ രാജാവ്, ഈ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയായ ആത്മാവാണ്, ശക്തിശാലിയായ ആത്മാവാണ്. സർവശക്തികളും ആത്മാവിന്റെ നിജഗുണങ്ങളാണ്. ബാപ്ദാദ കണ്ടു ഞാൻ ആരാണ്, എങ്ങനെയാണ്, അതിന്റെ സ്വാഭാവിക സ്വരൂപത്തിന്റെ സ്മൃതിയിൽ നടക്കുക, ഇരിക്കുക, മുഖത്തിലൂടെ അനുഭവപ്പെടുക. പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിരിക്കുക. ഇതിൽ ഇനിയും ശ്രദ്ധ കൊടുക്കണം. വെറുതെ ഞാൻ ആത്മാവ് എന്നല്ല. എങ്ങനെയുള്ള ആത്മാവാണ്? ഇത് സ്മൃതിയിൽ വെക്കുകയാണെങ്കിൽ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാവിനു മുന്നിൽ പ്രശ്നമോ വിഘ്നമോ ഒരു ശക്തിക്കും വരാൻ കഴിയില്ല. ഇപ്പോഴും റിസൾട്ടിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ വിഘ്നമോ കാണപ്പെടുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ ചലനത്തിലും മുഖത്തിലും നിശ്ചയത്തിന്റെ പ്രത്യക്ഷ സ്വരൂപമായ ആത്മീയ ലഹരി അതിനിയും പ്രത്യക്ഷമാകണം. അതിനായി ഈ യജമാനൻ എന്ന ലഹരി അത് പ്രത്യക്ഷമാകണം. ഇതിനായി അധികാരിയുടെ ലഹരി വീണ്ടും വീണ്ടും പരിശോധിക്കൂ. പരിശോധിക്കുന്നത് സെക്കൻഡിന്റെ കാര്യമാണ്. കർമ്മം ചെയ്യുമ്പോൾ, ഏത് കർമ്മവും ആരംഭിക്കുമ്പോൾ, ആരംഭിക്കുന്ന സമയത്ത് പരിശോധിക്കൂ. യജമാന്റെ അതോറിറ്റിയിലൂടെ, കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്ന നിയന്ത്രണ ശക്തിയും ഭരണശക്തിയുമുള്ള ആത്മാവാണെന്ന് മനസ്സിലാക്കി കർമ്മം തുടങ്ങിയോ, അതോ സാധാരണ കർമ്മമായി തുടങ്ങിയോ? സ്മൃതി സ്വരൂപമായി കർമ്മം ആരംഭിക്കുന്നതും സാധാരണ സ്ഥിതിയിലൂടെ കർമ്മം ആരംഭിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഏതുപോലെ പരിധിയുള്ള പദവികളിലുള്ളവർ കാര്യം ചെയ്യുമ്പോൾ കാര്യത്തിന്റെ സീറ്റിൽ സെറ്റായി ഇരുന്നിട്ടാണ് കാര്യം ആരംഭിക്കുന്നത്. അതുപോലെ തന്റെ യജമാന്റെ സ്വരാജ്യ അധികാരിയുടെ സീറ്റിൽ സെറ്റായിരുന്നിട്ട് ഓരോ കാര്യവും ചെയ്യൂ. ഈ യജമാന്റെ അതോറിറ്റിയുടെ പരിശോധന ഇനിയും വർദ്ധിപ്പിക്കണം. ഈ യജമാനന്റെ അതോറിറ്റിയുടെ അടയാളമാണ് സദാ ഓരോ കാര്യത്തിലും ഡബിൾ ലൈറ്റും സന്തോഷത്തിന്റെയും അനുഭവമുണ്ടാകും. സഫലവും സഹജവുമായി അനുഭവമുണ്ടാകും. ഇപ്പോഴും ചിലയിടത്ത് അധികാരിയാകുന്നതിനു പകരം അധീനമാകുന്നു. അധീനതയുടെ അടയാളം എന്താണ് കാണപ്പെടുന്നത്? എപ്പോഴും പറയാറുണ്ട്, എന്റെ സംസ്കാരമാണ്. ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്റെ സംസ്കാരമാണ്, എന്റെ സ്വഭാവമാണ്. ഈ കുറവുകളുടെ സംസ്കാരം എന്റെ സംസ്കാരമാണോ, എന്റേതാണോ? ഇത് രാവണന്റേത് മധ്യത്തിലെ സംസ്കാരമാണ്, രാവണന്റെ ദാനമാണ്. അതിനെ എന്റേത് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഏതാണോ ബാബയുടെ സംസ്കാരം, ആ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. എന്റെ എന്റെ എന്ന് പറയുമ്പോൾ
ആ സമയത്ത് ചിന്തിക്കണം, അത് അധികാരിയായി, നിങ്ങൾ അധീനരായി. ബാബയെ പോലെ ആകണമെങ്കിൽ അതെന്റെ സംസ്കാരമല്ല. ഏതാണോ ബാബയുടെ സംസ്കാരം, അതാണ് എന്റെ സംസ്കാരം. ബാബയുടെ സംസ്കാരം ഏതാണ്? വിശ്വകല്യാണകാരി, ശുഭഭാവന ശുഭകാമനാധാരി. ആ സമയത്ത് ബാബയുടെ സംസ്കാരം മുന്നിൽ കൊണ്ടുവരൂ. ലക്ഷ്യം ബാബയ്ക്ക് സമാനമാകുകയാണ്. ലക്ഷണം രാവണന്റേതാണ് ഉള്ളത്. കലർപ്പ് വരുന്നു. ഏതൊക്കെയാണോ ബാബയുടെ സംസ്കാരം, കുറച്ച് എന്റെ പഴയ സംസ്കാരങ്ങളും രണ്ടും മിക്സ് ആകുന്നു. അതിനാൽ സംഘർഷമുണ്ടാകുന്നു. സംസ്കാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മനസ്സിന്റെയും ബുദ്ധിയുടെയും സങ്കല്പവും കാര്യത്തിലും കൂടി സംസ്കാരം ഉണ്ടാകുന്നു. ആദ്യം മനസ്സ് സങ്കല്പിക്കുന്നു, ബുദ്ധി സഹയോഗം നൽകുന്നു, നല്ലതോ ചീത്തയോ ആയ സംസ്കാരം ഉണ്ടാകുന്നു. ബാബ് ദാദ ദാദിയോടൊപ്പം റിസൾട്ടിലും കണ്ടു, യജമാനനാണെന്ന സ്വാഭാവിക സ്വഭാവത്തിന്റെ ലഹരി ഉണ്ടാകണം. അത് ബാലകൻ എന്നതുമായി നോക്കുമ്പോൾ ഇപ്പോൾ കുറവാണ്. അതിനാൽ ബാബ് ദാദ കണ്ടു, പരിഹാരം കണ്ടെത്തുന്നതിനായി പിന്നീട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ബ്രാഹ്മണരാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ക്ഷത്രിയനായി മാറുന്നു. ക്ഷത്രിയൻ ആകണ്ട, ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകണം. ക്ഷത്രിയനാകാൻ ധാരാളം പേർ വരും. അവർ പിന്നീട് വരുന്നവരാണ്. നിങ്ങളാകട്ടെ അധികാരികളായ ആത്മാക്കളാണ്. അപ്പോൾ റിസൾട്ട് കേട്ടോ. അതിനാൽ എപ്പോഴും ഞാൻ ആരാണ്, ഇത് സ്മൃതിയിൽ കൊണ്ടുവരൂ. അത് തന്നെയാണ് സ്മൃതി സ്വരൂപത്തിൽ കൊണ്ടുവരൂ. ശരിയല്ലേ? ശരി, റിസൾട്ട് കേൾപ്പിച്ചു. ഇനി പ്രശ്നങ്ങൾ, വിഘ്നം, കോലാഹലം, വ്യർത്ഥസങ്കല്പങ്ങൾ, വ്യർത്ഥകർമ്മം, വ്യർത്ഥ സംബന്ധം, വ്യർത്ഥ സ്മൃതി, ഇവയുടെ എല്ലാം പേര് സമാപ്തമാക്കൂ. മറ്റുള്ളവരെ കൊണ്ടും ചെയ്യിപ്പിക്കൂ. ശരിയല്ലേ? ചെയ്യുമോ? ചെയ്യുമെങ്കിൽ ദൃഢസങ്കല്പത്തിന്റെ കൈ ഉയർത്തൂ. ശരീരത്തിന്റെ കൈ അല്ല, അത് ധാരാളം കണ്ടതാണ്. എപ്പോഴാണോ എല്ലാവരുടെയും ദൃഢസങ്കല്പത്തിന്റെ കൈ ഒരുമിച്ച് ഉയരുന്നത്, അപ്പോൾ വിശ്വത്തിന്റെ ഓരോ കോണിലും സന്തോഷത്താൽ എല്ലാവരുടെയും കൈ ഉയരും. നമ്മുടെ സുഖത്തിന്റെയും ശാന്തിയുടെയും ദാതാവായ ബാബ വന്നു കഴിഞ്ഞു. ബാബയെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം എടുത്തതല്ലേ? എടുത്തോ? പക്കായാണോ? ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടോ? പാണ്ഡവർ എടുത്തിട്ടുണ്ടോ? പക്ക ആണോ? തീയതി തീരുമാനിച്ചോ? തീയതി തീരുമാനിച്ചില്ലേ? എത്ര സമയം വേണം? 1 വർഷം വേണോ? 2 വർഷം വേണോ? ബാബ്ദാദ പറഞ്ഞിരുന്നു, ഓരോ വർഷവും തന്റെ പുരുഷാർത്ഥത്തിന്റെ യഥാശക്തി അനുസരിച്ച് നടക്കുന്നതിന്റെയും പറക്കുന്നതിന്റെയും സ്വന്തം വിധിക്കനുസരിച്ച് തന്റെ സമ്പന്നമാകുന്നതിന്റെ തീയതി സ്വയം തന്നെ തീരുമാനിക്കൂ. ബാബ്ദാദ പറയും, ഇപ്പോൾ ചെയ്യൂ. എന്നാൽ പുരുഷാർത്ഥത്തിനനുസരിച്ച് യഥാശക്തി തന്റെ തീയതി തീരുമാനിക്കൂ. സമയാസമയം അത് പരിശോധിക്കൂ. മനസ്സ വാച സംബന്ധ സമ്പർക്കത്തിന്റെ സ്ഥിതിയിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? തീയതി തീരുമാനിക്കുന്നതിലൂടെ സ്വതവേ തന്നെ ശ്രദ്ധ വരും. നാനാഭാഗത്തു നിന്നും എല്ലാവരുടെയും സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്, ഇമെയിലുകൾ വന്നിട്ടുണ്ട്. ബാബ്ദാദയുടെ അടുത്ത് ഇമെയിൽ കിട്ടുന്നതിനു മുൻപ് തന്നെ എത്തി. ഹൃദയത്തിന്റെ സങ്കല്പങ്ങളുടെ ഇമെയിൽ വളരെ വേഗതയുള്ളതാണ്. അതാദ്യം എത്തിച്ചേരുന്നു. ആരെല്ലാമാണോ സ്നേഹസ്മരണകളും തന്റെ സ്ഥിതിയുടെ വാർത്തകളും സേവനത്തിന്റെ വാർത്തകളും അയച്ചത്, അതെല്ലാം ബാബ്ദാദ സ്വീകരിച്ചു. സ്നേഹസ്മരണകൾ എല്ലാവരും വളരെ ഉന്മേഷവും ഉത്സാഹത്തോടെയും അയച്ചിട്ടുണ്ട്. ദേശത്തിലുള്ളവരായാലും വിദേശത്തുള്ളവരാണെങ്കിലും ബാബ്ദാദയും തിരിച്ചെല്ലാവർക്കും സ്നേഹസ്മരണകളും
ഹൃദയത്തിന്റെ ആശീർവാദത്തോടൊപ്പം സ്നേഹവും യഥാശക്തി സകാശം നൽകിക്കൊണ്ടിരിക്കുന്നു. ശരി, എല്ലാം കേട്ടു. കേൾക്കുന്നത് ഏതുപോലെ സഹജമായി തോന്നുന്നു, അതുപോലെ കേൾക്കുന്നതിനുപരി മധുരമായ നിശബ്ദതയുടെ സ്ഥിതിയിൽ ആഗ്രഹിക്കുമ്പോൾ എത്ര സമയം വേണമോ അത്രയും സമയം യജമാനനായി ആദ്യം വിശേഷമായും മനസ്സിന്റെ അധികാരിയാകൂ. അതിനാലാണ് പറയുന്നത്, മനസ്സിനെ ജയിക്കുന്നവർ ജഗത് ജീത്. ഇപ്പോൾ കേൾക്കുകയും കാണുകയും ചെയ്തോ, ആത്മാവ് രാജാവായി മനസ്സ്, ബുദ്ധി, സംസ്കാരം ഇതിനെ തന്റെ നിയന്ത്രണത്തിൽ വെക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സ്, ബുദ്ധി, സംസ്കാരം മൂന്നിന്റെയും യജമാനനായി ഓർഡർ കൊടുക്കൂ. സ്വീറ്റ് സൈലൻസ്. ഓർഡർ കൊടുക്കുന്നതിലൂടെ, അധികാരിയാകുന്നതിലൂടെ മൂന്നും നിയന്ത്രണത്തിൽ ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ അധികാരിയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ബാബ്ദാദ ഡ്രിൽ ചെയ്യിപ്പിച്ചു. ശരി, നാനാഭാഗത്തെയും സദാ സ്വമാനധാരികളും സത്യതയുടെ ശക്തി സ്വരൂപവും പവിത്രതയുടെ സിദ്ധി സ്വരൂപവും സദാ അചഞ്ചലവും ദൃഢവുമായ സ്ഥിതിയുടെ അനുഭവിയായ സ്വപരിവർത്തകരും വിശ്വപരിവർത്തകരും സദാ അധികാരി സ്ഥിതിയിലൂടെ സർവാത്മാക്കൾക്കും ബാബയിലൂടെ അധികാരം നേടിക്കൊടുക്കുന്ന നാനാഭാഗത്തെയും ബാബ്ദാദയുടെ ലക്കിയും ലവ്ലിയുമായ ആത്മാക്കൾക്ക് പരമാത്മ സ്നേഹസ്മരണകളും ഹൃദയത്തിന്റെ ആശീർവാദങ്ങളും സ്വീകരിക്കൂ. ബാബ്ദാദയുടെ മധുരമധുരമായ കുട്ടികൾക്ക് നമസ്തേ. വരദാനം: സ്വയം തന്നെ സ്വയത്തെ പരിവർത്തനം ചെയ്ത് വിശ്വത്തിന്റെ ആധാരമൂർത്തിയാകുന്ന ശ്രേഷ്ഠ പദവിയുടെ അധികാരിയായി ഭവിക്കട്ടെ. ശ്രേഷ്ഠ പദവി നേടുന്നതിനായി ബാബ്ദാദയുടെ ശിക്ഷണം ഇതാണ്: കുട്ടികളെ, സ്വയം പരിവർത്തനമാകൂ. സ്വയം മാറുന്നതിന് പകരം സാഹചര്യങ്ങളെയോ മറ്റാത്മാക്കളെയോ പരിവർത്തനം ചെയ്യുന്നതിന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ സങ്കല്പം വരുന്നു, ഈ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ, സഹയോഗമോ ആശ്രയമോ കിട്ടിയിരുന്നെങ്കിൽ പരിവർത്തനമാകാം. അതുപോലെ ഏതെങ്കിലും ആധാരത്തിൽ കൂടി പരിവർത്തനമാകുന്നവർക്ക് പ്രാപ്തിയും ആധാരത്തിലായിരിക്കും. എത്ര പേരുടെ ആധാരം എടുക്കുന്നോ അത്രയും പേർക്കായി ശേഖരണത്തിന്റെ സമ്പാദ്യം പങ്കുവെക്കണം. അതിനാൽ സദാ ലക്ഷ്യം വയ്ക്കൂ, സ്വയം പരിവർത്തനമാകണം. ഞാൻ സ്വയം വിശ്വത്തിന്റെ ആധാരമൂർത്തിയാണ്. സ്ലോഗൻ: സംഘടനയിൽ ഉന്മേഷവും ഉത്സാഹവും ശ്രേഷ്ഠ സങ്കല്പത്തിലും കൂടി സഫലത സംഭവിച്ചു കഴിഞ്ഞതാണ്. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ആരെങ്കിലും ദുർബലമാണെങ്കിൽ അവർക്ക് ശക്തി കിട്ടാൻ ഗ്ലൂക്കോസ് കയറ്റുന്നു. അതുപോലെ സ്വയം ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സാക്ഷി സ്ഥിതിയുടെ അവസ്ഥ ശക്തി നിറയ്ക്കുന്ന കാര്യം ചെയ്യുന്നു. എത്ര സമയം സാക്ഷി അവസ്ഥയുടെ സ്ഥിതിയിലിരിക്കുന്നോ അത്രയും ബാബയാകുന്ന കൂട്ടുകാരനെ ഓർമ്മയുണ്ടാകും. അർത്ഥം: കൂടെയുണ്ടാകും. ഓം ശാന്തി.